സ്മോൾ സിസ്റ്റൈൻ ചാപ്പൽ എന്നറിയപ്പെടുന്ന പള്ളി കണ്ടാലോ? തോതി നഗരം ഒരു കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്നു. അതിനാൽ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ടൈബർ താഴ്വരയുടെ അത്ഭുതകരമായ കാഴ്ചകൾ കാണാം. ഇന്നലെ പറഞ്ഞതുപോലെ ഇന്ന് നമുക്ക് പ്രധാനപ്പെട്ട ചില പള്ളികൾ കാണാം. ഇതാണ് സാന്താ മരിയ ദെല്ല കോൺസോളസ്യോണെ എന്ന പള്ളി. 1607 ഇതിൻ്റെ പണി പൂർത്തിയായത്. ഗ്രീക്ക് ക്രോസിൻ്റെ ആകൃതിയിലാണ് ഈ പള്ളി പണിതിരിക്കുന്നത്. അതായത് 4 ദിക്കുകളിലും സമാനമായ നീളം, മധ്യത്തിൽ വലുതും മനോഹരവുമായ ഒരു ഡോമും ഉണ്ട്. വളരെ തിളക്കമില്ലാത്ത എന്നാൽ ലളിതവും മനോഹരവുമായ ഉൾഭാഗമാണ് ഇതിനുള്ളത്. റിനേസൻസ് ശൈലിയുടെ ശുദ്ധതയുടെ ഒരു അത്ഭുത സ്മാരകമായ ഈ പള്ളി ആർക്കിടെക്റ്റുകളുടെ പഠന വിഷയമാണ്. ഇതാണ് സാൻ ഫോർത്തുനാത്തോ ചർച്ച്. 1292 നിർമ്മാണം ആരംഭിച്ച ഈ പള്ളി 16-ാം നൂറ്റാണ്ടിലാണ് പണി പൂർത്തിയായത്. ഇതിൻ്റെ മുഖവാരം ഇതുവരെ പൂർണ്ണമായി പൂർത്തിയാക്കിയിട്ടില്ല. ഉംബ്രിയൻ ഗോത്തിക് ശൈലിയാണ് ഈ പള്ളിക്ക്. സാൻ ഫോർത്തുനാത്തോയുടെ ശവകുടീരം ഈ പള്ളിയുടെ ക്രിപ്റ്റിൽ കാണാം. അകത്തെ ശാന്തതയും തൂണുകളുടെ സമതുലിതത്വവും സന്ദർശകരെ ആകർഷിക്കുന്നു. ഇറ്റലിയുടെ സിവിക് ഹിസ്റ്ററിയിലും ഈ പള്ളിക്ക് സവിശേഷമായ ഒരു സ്ഥാനമുണ്ട്. ഉംബ്രിയ മേഖലയിലെ ഏറ്റവും മനോഹരവും ചരിത്രപൂർണവുമായ പള്ളികളിൽ ഒന്നാണ് ഈ കാണുന്ന കത്തീഡ്രൽ പള്ളി. ദ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് എന്ന ലോറൻസോ ലോത്തോ എന്ന ചിത്രകാരൻ്റെ സൃഷ്ടി ഇതിനുള്ളിൽ കാണാം. 16-ാം നൂറ്റാണ്ടിലെ അപ്പോക്കാലിപ്റ്റിക് ശൈലിയുടെ ഉത്തമ ഉദാഹരണമാണിത്. ഇത് ഒരു പള്ളി മാത്രമല്ല, തോതിയുടെ ചരിത്രം, കല, ആത്മീയത, മധ്യകാല സ്മരണകൾ എല്ലാം ഒരുമിച്ച് സൂക്ഷിച്ചിരിക്കുന്ന ഒരു സ്മാരകം കൂടിയാണ്. സ്മോൾ സിസ്റ്റൈൻ ചാപ്പൽ ഓഫ് തോതി എന്നറിയപ്പെടുന്ന പള്ളിയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഇതിൻ്റെ പുറം ആകർഷകമല്ലെങ്കിലും ഉൾവശം ഒരു കലാപ്രപഞ്ചം തന്നെയാണ്. വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പൽ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇതിനെ സ്മോൾ സിസ്റ്റൈൻ ചാപ്പൽ എന്ന് വിളിക്കുന്നതെന്ന്. ബാറോക്ക് കലയുടെ ഉത്തമ ഉദാഹരണമാണ് ഈ പള്ളി. തോതിയിലെ ഒരു ഹിഡൻ ജെം ആണിത്. ഇവിടെ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റമിൻ്റെ ഒരു റെലിക്കും സൂക്ഷിച്ചിട്ടുണ്ട്.